വെൽക്കം ടു ദ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗൂഗിൾ എക്കോസിസ്റ്റത്തിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ടൂളാണ് ഒപ്പൽ. ഒരു AI വർക്ക് ഫ്ലോസ് അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് വർക്ക് ഫ്ലോസ് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു ടൂളാണ് ഒപ്പൽ എന്ന് പറയുന്നത്. നമ്മുടെ NITN അല്ലെങ്കിൽ ലവബിളിലൊക്കെ ചെയ്യാവുന്ന ചെറിയ ചെറിയ ആപ്സുകൾ നമുക്ക് ഈ ഒപ്പലിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അറ്റ് ദ മൊമെന്റ് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങളിവിടെ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് എബിൻ ഷാ. നമ്മളെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ടൂൾസ്, കോൺസെപ്റ്റ്സ് ഒക്കെ പരിചയപ്പെടുത്തലാണ് ഞാൻ ഈ ചാനലിലൂടെ ചെയ്യുന്നത്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പോയിട്ട് ഒപ്പൽ എന്താണെന്നുള്ളത് പഠിക്കാം. സോ നിങ്ങൾ ആദ്യമായിട്ട് ഗൂഗിളിൽ വരിക, എന്നിട്ട് ഒപ്പൽ എന്ന് സെർച്ച് ചെയ്യുക, OPAL. സോ യു വിൽ ഗെറ്റ് ഒപ്പൽ എക്സ്പെരിമെന്റ്. അറ്റ് ദ മൊമെന്റ് ഇതൊരു എക്സ്പെരിമെന്റൽ മോഡലാണ്, അതുകൊണ്ട് തന്നെ ഫ്രീ ആണ്. ഗോയിങ് ഫോർവേഡ് ഇത് ചിലപ്പം പെയ്ഡ് ഓപ്ഷൻസോ എന്തെങ്കിലും ആകാൻ ചാൻസ് ഉണ്ട്. ഗൂഗിളിന്റെ ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ജനറസ് ആയിട്ടുള്ള ഒരു ഫ്രീ ഓപ്ഷൻസ് ഇത് തന്നിട്ടേ ഇത് കൊമേഴ്ഷ്യൽ വൽക്കരിക്കുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നിങ്ങൾ വന്ന് തന്നെ കാണാം. ബിൽഡ്, എഡിറ്റ്, ഷെയർ ആൻഡ് മിനി ആപ്സ് യൂസിങ് നാച്ചുറൽ ലാംഗ്വേജ്. അതായത് ഒരു മിനി ആപ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വിഷ്വൽ ഇന്റർഫേസ് ഉള്ള ഒരു സംഭവമാണ് ഒപ്പൽ എന്ന് പറയുന്നത്. സോ നിങ്ങൾ NITN ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഈ ഇന്റർഫേസിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആപ്പുകളാണ് ഇവിടെ കാണുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വി ക്യാൻ സി ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി ഒരു ആപ്പിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, സം കൈൻഡ് ഓഫ് സർട്ടൻ ഇൻപുട്ട് കൊടുക്കുന്നു. അതിനുശേഷം ആ ഇൻപുട്ടിനെ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്യും. ആ പ്രോസസ്സ് ചെയ്തിട്ട് അതിനെ ഒരു നമുക്ക് വേണ്ട രീതിയിലാക്കി ഒരു ഔട്ട്പുട്ട് തരും. ഈ ഒരു രീതിയിലുള്ള വർക്ക് ഫ്ലോസ്, മോസ്റ്റ് ഓഫ് ദ വർക്ക് ഫ്ലോസും നമുക്ക് ഈ ഒരു സംഭവത്തിൽ ചെയ്യാൻ പറ്റും. ഒപ്പലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തരാം. പേഴ്സണൽ പോഡ്കാസ്റ്റർ, ഇത് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുന്നത്, ഈ എക്സാമ്പിളിൽ നിങ്ങളിപ്പോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ബോക്സസ് കാണാൻ പറ്റും. ഈച്ച് ബോക്സസ് എന്ന് പറയുന്നത് ഓരോ നോഡുകളാണ്. ദിസ് ഇസ് വൺ നോഡ്, ദിസ് ഇസ് വൺ നോഡ്, അങ്ങനെ. ഇതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നോഡ് ബേസ്ഡ് എഡിറ്റിംഗ് പ്ലാറ്റ്ഫോമാണിത്. വിഷ്വലി, അതായത് നമ്മുടെ ലോജിക്കിനെ വിഷ്വലി റെപ്രസെന്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ഈ സംഭവം ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ അതേ കോൺസെപ്റ്റിൽ തന്നെ ഇതിരിക്കുന്നത് കാണാം. അതായത് ഞാൻ എൻ്റെ വൈറ്റ് ബോർഡിൽ വന്ന് ഈ ഒരു ഇമേജ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാ? ഫസ്റ്റ് എന്ന് പറയുന്നത് സം കൈൻഡ് ഓഫ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഈ ഓരോ നോഡ്, ഈ യെല്ലോ നോഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ കൊടുക്കുക. എൻ്റെ ടോപ്പിക് ഫോർ ദ പോഡ്കാസ്റ്റ്, സ്പെസിഫൈ ദ ടൈം ഫ്രെയിം അപ്ഡേറ്റഡ്. ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഇൻപുട്ട് ആണ്. അതായത് നമ്മളൊരു യൂസർ ഇൻപുട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ മിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ റിസർച്ച് ഓൺ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്, ജനറേറ്റ് പോഡ്കാസ്റ്റ് ഓഡിയോ. ഇവിടെ ഇത്രയും ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? പ്രോസസ് ആയിട്ട് വരും. ഒരു എന്തൊക്കെയോ പ്രോസസ്സ്, ആ കിട്ടിയ ഒരു ഇൻപുട്ടിനെ ഉപയോഗിച്ചിട്ട് എന്തൊക്കെയോ പ്രോസസ്സ് ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് വരുന്ന ജനറേറ്റ് പോഡ്കാസ്റ്റ് സമ്മറി, ആ ലാസ്റ്റ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഔട്ട്പുട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ്, ഈ ഒരു സ്ട്രക്ചറാണ് പ്രിറ്റി മച്ച് എല്ലാ ഒരു ആപ്പ് സിസ്റ്റത്തിലും നിങ്ങൾ കാണുന്നത്. എസ്പെഷ്യലി മിനി ആപ്പുകളൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഒപ്പലിലേക്ക് പോയിട്ട് നമുക്ക് കാണാം ഇതെങ്ങനെയാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ഈ നോഡ് ബേസ്ഡ് ആണ്. അവർ 2 നോഡ് എടുത്തിട്ടുണ്ട്. ഒരു ഇൻപുട്ട് നോഡ്, അതായത് ടോപ്പിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ചോദിക്കും, ഏത് ടൈം ഫ്രെയിം ആണെന്ന് ചോദിക്കും. അതിനുശേഷം ഈ ടോപ്പിക്കും ഈ ടൈം ഫ്രെയിമും ഇവിടേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട്. റിസർച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ജെമിനി 2.5 ഫ്ലാഷിന്റെ ഡീപ്പ് റിസർച്ച് മോഡ്. അതിനുശേഷം നമ്മൾ എങ്ങോട്ട് വരുന്നത്? ജനറേറ്റ് പോഡ്കാസ്റ്റ്. സോ അവിടെ എന്താ ചെയ്തത്? അവിടെയാണെങ്കിൽ വീണ്ടും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2.5 ഫ്ലാഷ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് അവിടെ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ? നമ്മൾ നേരത്തെ കിട്ടിയ റിസർച്ച്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, ടോപ്പിക്ക്, ടൈം ഫ്രെയിം, ഇതെല്ലാം ഇൻപുട്ടായിട്ട് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നത് ജനറേറ്റ് പോഡ്കാസ്റ്റേഴ്സ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കാണാം. ആഡിയോ LM എന്ന് പറയുന്ന ഗൂഗിളിന്റെ തന്നെ സ്പീച്ച് ജനറേഷൻ LM മോഡ്യൂൾ ഉപയോഗിച്ചിട്ടാണ് ടെക്സ്റ്റിനെ ഓഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. സോ അതിനുശേഷം ഔട്ട്പുട്ട് സമ്മറി ആയിട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ ചെയ്യാം. സ്റ്റാർട്ട്, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പറയാം. ഗോൾഡിനൊക്കെ ഭയങ്കര പ്രൈസ് കൂടുന്നെന്ന് പറഞ്ഞ് റൈസിന്റെ ഗോൾഡ് ഞാൻ കൊടുത്തു. അപ്പോഴത്തേക്ക് സ്പെസിഫൈ ടൈം ഫ്രെയിം ലാസ്റ്റ് 3 months ശേഷം എൻട്രോ കൊടുത്തു. അപ്പോൾ ഇത് തിങ്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കൺസോളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം. ഫസ്റ്റ് ടോപ്പിക്ക് എടുത്തു, അതിനുശേഷം ടൈം ഫ്രെയിം എടുത്തു. അതിനുശേഷം അവർ ജെമിനി 2.0 ഫ്ലാഷിനെ വിളിക്കുന്നുണ്ട്. 2.0 ഫ്ലാഷിനെ വെച്ച് പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ഡേറ്റ. ഓരോ ഡേറ്റ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, മോഡൽ ഫോൺസ് എന്താണ്, എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഔട്ട്പുട്ട് എന്താ വന്നതെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. അത് കഴിയുമ്പം ഒരു ജനറേറ്റ് പോയി, അതായത് ഈ ഒരു നോഡിലേക്ക് പോയിട്ടുണ്ട്. അതും കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ജനറേറ്റ് പോഡ്കാസ്റ്റ് സമ്മറിയാണ്. നമുക്കിപ്പോൾ നേരെ ആപ്പിലേക്ക് പോയിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഈ മാർക്കറ്റ് പൾസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടായിട്ടുണ്ട്. ഫുൾ എല്ലാം തന്നിട്ടുണ്ട്. Welcome to Market Pulse, your weekly dive into the financial world's most compelling stories. That is one thing. എന്നിട്ട് അതിനുശേഷം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് അവർ ചെയ്തു വെച്ചത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. നമ്മൾ ആദ്യമേ വരിക, ക്രിയേറ്റ് ചെയ്യുക. അന്നേരം നമുക്ക് ഈ പറഞ്ഞൊരു എഡിറ്റർ ക്യാൻവാസ് ഇടും. 2 രീതിയിൽ ഉണ്ടാക്കാം. മാനുവലി ഉണ്ടാക്കാം,
അതായത് പ്രോംപ്റ്റ് ബേസ് ചെയ്തിൽ ഉണ്ടാക്കാം. ഇവിടെ യൂസർ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട്, ജനറേറ്റ് എന്ന് പറയുന്നത് പ്രോസസ്, ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഔട്ട്പുട്ട്. ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. യൂസർ ഇൻപുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് എന്ത് ഇൻപുട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അഡ്വാൻസ് തിങ്സിൽ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് ആഡിയോ ഇൻപുട്ട് കൊടുക്കാം, ഇമേജ് ഇൻപുട്ട് കൊടുക്കാം, ടെക്സ്റ്റ് ഇൻപുട്ട് കൊടുക്കാം, അപ്ലോഡ് ഫയൽ കൊടുക്കാം, ഈവൻ വീഡിയോ വരെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നീട് ജനറേറ്റിലാണെങ്കിൽ അതേമാതിരി ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 2.5 വേണോ, 3 വേണോ, ആൻഡ് പ്ലാൻ ആൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ മോഡൽസ് വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഡീപ്പ് റിസർച്ച്, പ്ലാൻ എക്സിക്യൂട്ട്, അങ്ങനെ ഇമേജ് ജനറേഷന്, ഫ്ലാഷ് ഇമേജ്, അങ്ങനെയൊക്കെയുള്ളത് യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ നാനോ ബനാന ഉണ്ട്, നാനോ ബനാന, ആഡിയോ എല്ലാം, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഔട്ട്പുട്ട് എടുത്താലും വെബ് പേജ് ആയിട്ട് ഓട്ടോ ലേഔട്ട് ഇടാം, മാനുവൽ ലേഔട്ട് സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഗൂഗിൾ ഡോക്ക്, ഗൂഗിൾ സ്ലൈഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വഴി നമുക്ക് ഔട്ട്പുട്ടായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളപ്പം ഫസ്റ്റ് ഇവിടെ ഒരെണ്ണം ടെസ്റ്റ് ചെയ്ത് നോക്കാണ്. നമുക്ക് ഈ പ്രോംപ്റ്റ് വഴി തന്നെ പോകാം. ദാറ്റ് ഈസ് ഈസിയസ്റ്റ് വേ. അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ ടൂളുകളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. പ്രോംപ്റ്റിൽ ഞാൻ പറയും ഒരു ജ്വല്ലറി ആഡ് മേക്കർ എനിക്ക് ഉണ്ടാക്കണം. ഐ നീഡ് എ ജ്വല്ലറി ആഡ് മേക്കിംഗ് application wherein we upload a picture of jewelry, whether it can be ring or earrings or necklace, and I need a product display image of that with a model wearing those jewelry. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ്. സോ ലെറ്റ് സീ വാട്ട് വിൽ ഹാപ്പൻ. ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. സോ നമുക്കിനി ഇവിടേക്ക് വരാം. ഓരോ ഇതിൽ അവരെന്താ ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ എന്തെങ്കിലും റിഫൈൻമെന്റ് എഡിറ്റിംഗ് വേണമെങ്കിൽ അവിടെ ചെയ്യാം. സോ ദ ഫസ്റ്റ് എന്ന് പറയുന്നത് അപ്ലോഡിൽ ജ്വല്ലറി ഇമേജ് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കും. അതിനുശേഷം ഇമേജിന് ഇൻസ്ട്രക്ട് കൊടുക്കുകയാണ്. എന്താ, യു ആർ എൻ എക്സ്പേർട്ട് ഇൻ, ഈ പറഞ്ഞ പ്രോംപ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ജെമിനി 2.5 ഫ്ലാഷിനോട് ഇത്രയും വലിയൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെത്താൻ വന്നതാണ്. എന്നിട്ട് ആ ഇമേജും കൊടുക്കുന്നുണ്ട്, ജ്വല്ലറി ഇമേജ്. ജനറേറ്റ് ഈച്ച് വൺ എക്സാക്ട്ലി, ഹെയർ കളർ, സ്കിൻ ടോൺ, എവറിഥിങ് ദേ മെൻഷൻഡ്. ഇതൊക്കെ നമ്മൾ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും. അതിനുശേഷം ജനറേറ്റ് പ്രോഡക്റ്റ് ഇമേജ്. ഇത് നാനോ ബനാന വെച്ചിട്ടാണ് പ്രോഡക്റ്റ് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത്. ജ്വല്ലറി ഇമേജ് കൊടുക്കും. ആ ഇമേജ് ജനറേഷൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രിപ്പയർ ചെയ്തത് 2.5 പ്രിപ്പയർ ചെയ്തത് കൊടുക്കും. നമ്മൾ ഇതേപോലെ ഗൂഗിൾ ജെമില അല്ലെങ്കിൽ ChatGPTയുടെ പ്രോജക്റ്റിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ബട്ട് അന്നേരം ഈ ഒരുപാട് ഡിഫറെൻറ്റ് ടൂൾസ് ഉപയോഗിക്കുന്ന സമയത്ത്, ഡിഫറെൻറ്റ് മോഡൽസ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് വരും. ബട്ട് ഇവിടെ എന്ന് പറയുന്നത് അതെല്ലാം കൂടെ ഒറ്റ ഒരു സെറ്റപ്പിൽ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഫൈനലി എന്താ പറയുന്നത്, ജനറേറ്റഡ് പ്രോഡക്റ്റ് ഇമേജും ജ്വല്ലറി ഇമേജും അവിടെ ഒരു വെബ് പേജിലാക്കി നമുക്ക് തരും. സോ നമുക്കതൊന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം. സോ ഐ എം ക്ലിക്കിംഗ് സ്റ്റാർട്ട്. സോ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ലെറ്റ്സ് അപ്ലോഡ് വൺ ഇമേജ്. ലെറ്റ്സ് സെലക്ട് ദിസ് ഇമേജ് ആൻഡ് അപ്ലോഡ്. ഇതൊരു ജസ്റ്റ് ഒരു ഇമേജ് ആണ്. സോ ഇറ്റ്സ് തിങ്കിങ്. സോ ഇപ്പം ജനറേറ്റ് ഇമേജ് ആണ്. ഇപ്പം നമ്മൾ കൺസോളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റേജ് വീണ്ടും നമുക്ക് പഴയതുപോലെ കാണാൻ പറ്റും. ഇവിടെ ഇമേജ് ഇൻസ്ട്രക്ഷൻ ജനറേറ്റ് ചെയ്തു. ഇപ്പം നടക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഇമേജ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റ് ഇമേജ് ചെയ്തു, ഡിസ്പ്ലേ ഇമേജ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ആണെങ്കിൽ ഡിസ്പ്ലേ പ്രോഡക്റ്റ് ഇമേജ്. ഇവിടെ ഇത് നടക്കുന്നേ ഉള്ളൂ. ബട്ട് കൺസോളിൽ നമ്മൾ ബാക്കിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി നോ ദാറ്റ് ദിസ് ഈസ് ഗോയിങ് ഓൺ. ഫൈനലി അവർക്ക് ഡിസ്പ്ലേ ചെയ്താൽ മതി. ജ്വല്ലറി ഷോക്കേസ്, അങ്ങനെ ഒരു ജസ്റ്റ് ഒരു വിഷ്വൽ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൊടുത്ത പിക്ചർ, അതിൽ നിന്ന് ഈ ഇമേജ് ഉണ്ടാക്കി തന്നു. എന്നിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഒന്നിലധികം ഇമേജസ് വേണമെങ്കിൽ നമുക്ക് പ്രോംപ്റ്റ് അതനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഗുണം, ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളപ്പോൾ ചോദിക്കും, നമുക്ക് ലവബിളിൽ ഇത് വെച്ചുണ്ടാക്കിക്കൂടെ, അതല്ലെങ്കിൽ ജെമ്മിൽ വെച്ചിട്ടുണ്ടായിക്കൂടെ, ഗൂഗിൾ ജെമ്മിൽ വെച്ചുണ്ടാക്കിക്കൂടെ, അങ്ങനെയൊക്കെ ചോദിക്കാം. യെസ്, യു ക്യാൻ മേക്ക് ഇറ്റ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഗൂഗിളിൻ്റെ എല്ലാ സാധനങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് വിഷ്വലി കാണുന്ന രീതിയിൽ ഇതിനെ ബിൽഡ് ചെയ്യാം. അതൊന്ന്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഗൂഗിളിൽ തന്നെയാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ മോളിൽ വന്നു കഴിഞ്ഞാൽ ഷെയർ ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ പബ്ലിഷ് ദിസ് എൻറ്റയർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് വരുന്നത് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തത്. അവർക്കൊരു ജ്വല്ലറി ബിസിനസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ ജസ്റ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് അവർക്ക് ഇത് ലിങ്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് ഗൂഗിൾ വെച്ച് സൈൻ ഇൻ ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു യൂസ് കേസാണ്. ഇതേപോലെ നമുക്ക് ആവശ്യമായ കുറേ യൂസ് കേസുകൾ ഇതുപോലെ ചെയ്യാം. ബട്ട് ഇതിനകത്തുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, അറ്റ് ദ മൊമെന്റ് ഗൂഗിൾ എക്കോസിസ്റ്റം ബേസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അതിനപ്പുറത്തുള്ളത് യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് ഇതിന് പ്രോബ്ലം വരും. ഉദാഹരണത്തിന് ഇതേപോലെ ഒരു മിനി ആപ്സ് ആയിരിക്കും നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ. എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സോഷ്യൽ മീഡിയ ജനറേറ്റ് ചെയ്യണം, എന്നിട്ട് അത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇത് വർക്ക് ചെയ്യില്ല എന്നുള്ളത് നോക്കാം. ബേസ്ഡ് ഓൺ മൈ എക്സൽ ഷീറ്റ് ഓർ ഗൂഗിൾ ഷീറ്റ്, I need to create a Twitter post and it should post weekly based on my content. And I need to review in between, and when I say yes, then it should post
ആൻഡ് ഇറ്റ് ഷുഡ് പോസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഓൺ വീക്ക്ലി ബേസിസ്. സോ ഞാൻ ഇങ്ങനൊരു ഇത് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ട്വിറ്റർ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ API ആണ്. ഇങ്ങനെ ഒരു സിനാരിയോയിൽ ഇൻപുട്ട് ആണ് ഔട്ട്പുട്ട് പ്രോസസ്സ് ചെയ്യുന്നു, ഒരു ഔട്ട്പുട്ട് ചെയ്യുന്നു. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ ലൈവായിട്ടാണ്, ഒരു വൺ ടൈം ഔട്ട്പുട്ട് അല്ല ഇവിടെ വരുന്നത്, വീക്കിലി ഇത് ചെയ്യണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ കൊടുത്താൽ എന്ത് വരും എന്നുള്ളത് നോക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ കൊടുത്തപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവും, ഫെയിൽഡ് വാലിഡേഷൻ വിത്ത് റാഷണാലെ. ദി കോർ ഇന്റന്റ് ഈസ് ടു ഓട്ടോമേറ്റ് വീക്കിലി ട്വിറ്റർ പോസ്റ്റ് വിത്ത് ഹ്യൂമൻ റിവ്യൂ സ്റ്റെപ്പ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ജനറേറ്റഡ് ട്വിറ്റർ പോസ്റ്റിന് യു നീഡ് API, ഔട്ട്സൈഡ് API വേണം. അതുപോലെ സിസ്റ്റം ഇന്ററാക്ഷൻ ആൻഡ് പെർസിസ്റ്റന്റ് ഷെഡ്യൂളിംഗ് ട്രിഗറിംഗ് കേപ്പബിലിറ്റീസ് ദാറ്റ് ആർ നോട്ട് പ്രസന്റ് ഇൻ ദ പ്രൊവൈഡഡ് API ലിസ്റ്റ്. Therefore, full automation and direct posting aspects are not achievable. കണ്ടില്ലേ, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരും. ബട്ട് എന്നിരുന്നാലും നമ്മുടെ കുറേ യൂസ് കേസിനെ ഇത് കവർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഇറ്റ്സ് അപ് ടു യു, നിങ്ങളുടെ അടുത്താണ്, നിങ്ങളുടെ ബിസിനസ്സിൽ ഏത് പോർഷനിലാണ് നിങ്ങൾക്ക് ഇത് വെച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ലൈഫ് ഈസി ആക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഇത് നമ്മളത് ബ്രെയിൻ സ്റ്റോം ചെയ്യുക, എന്നിട്ട് ഇതിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് ബിൽഡ് ചെയ്യുക. ഇതിനപ്പുറത്തുള്ള എക്സ്റ്റേണൽ API ഇൻട്രാക്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ലവബിൾ, ബോൾട്ട് പോലൊക്കെയുള്ള കുറച്ചുകൂടെ റിയൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ബട്ട് ഇതെന്ന് പറഞ്ഞ പേഴ്സണൽ ആപ്പുകൾ വേണ്ട ഒരു സിറ്റുവേഷനിൽ ഇത് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.